അധ്യാപനത്തോടൊപ്പം ഓട്ടോ ഡ്രൈവറുമായി വ്യത്യസ്ത മേഖലയിൽ മാതൃക തീർക്കുകയാണ് കോഴിക്കോട് നന്മണ്ട സ്വദേശി ഷിജിന ടീച്ചർ. വനിതാ ദിനത്തിൽ ഓട്ടോ ടീച്ചറുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കോഴിക്കോട് നിന്ന് മേഘ്ന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് വനിതാ ദിനത്തിൽ നമ്മളൊരു ടീച്ചറെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. കോഴിക്കോട് നന്മണ്ടയിലാണുള്ളത്. ഇവിടെ ഒരു ഷിജ്ന എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. ടീച്ചർ അധ്യാപികയാണ്. കൂടെ വൈകുന്നേരങ്ങളിൽ നിരത്തിലിറങ്ങിയാൽ ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. ടീച്ചറുടെ വിശേഷങ്ങൾ അറിയാം. ഇതാണ് ഷിജ്ന ടീച്ചർ. ടീച്ചർ സർവകലാ വല്ലഭയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി വ്യത്യസ്ത മേഖലകൾ തീർത്തുകൊണ്ട് മാതൃക തീർക്കുന്ന ഒരു സ്ത്രീയാണ്. ടീച്ചറുടെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഓട്ടോ മേഖലയിലേക്ക് എത്തിയത്? എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി കൂടിയാണിത്. പിന്നെ ഉപജീവന മാർഗം എന്ന രീതിയിലും കൂടെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്? പ്രതിസന്ധികളൊന്നുമില്ല. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് തട്ടിയപ്പം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ഈടാക്കിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പൈസ പോയിന്ന് വരില്ല. ഞാനായതുകൊണ്ട് പൈസ പോയിട്ടുണ്ട്. എനിക്കും ഓട്ടോ ഓടിക്കാമെന്നുള്ള ഒരു താല്പര്യവും അങ്ങനെ ഒരു ആഗ്രഹവും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? വണ്ടീൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ക്രേസുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് വർഷമായി വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വണ്ടികളും ഓടിക്കാറുണ്ട്. പക്ഷേ ഹെവി എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. അതെനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ആണുങ്ങളെപ്പോലെ വണ്ടി ഓടിക്കുവാണോ, എന്നിട്ട് നീ ട്രാക്കിൽ കൊണ്ടുവിടുമോ എന്നുള്ള ആ ഒരു ചോദ്യം വന്നായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എന്താ ആണുങ്ങളെപ്പോലെ മുന്നിട്ട് ഇറങ്ങിയാൽ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പം എനിക്ക് വലിയ താല്പര്യം തോന്നി. ടീച്ചർ കൂടിയാണ്. അപ്പോൾ ഈ അധ്യാപനവും ഈ ഓട്ടോ ജോലിയും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് ഇവിടെ? അധ്യാപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സാധാരണ ലെവലിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ 4:30 വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകും. എങ്കിലും എമർജൻസി കേസൊക്കെയാണെങ്കിൽ രാത്രി പോകാറുണ്ട്. നാട്ടുകാരുടെ ഒരു സ്വീകാര്യതയും ഒരു പിന്തുണയും വീട്ടിൽ നിന്നൊക്കെയുള്ള പിന്തുണയൊക്കെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരായാലും ആരായാലും ഭയങ്കര സപ്പോർട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾ ഈ ആണുങ്ങൾ എടുക്കുന്ന ജോലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഈ തൊഴിൽ ആണുങ്ങളുടേതാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ മുന്നോട്ടിറങ്ങുമ്പോൾ ഇപ്പൊ നമ്മളെ ഗ്രാമപ്രദേശം കൂടിയാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എല്ലാ ലേഡീസും പുറത്തേക്ക് വരിക എന്നാൽ ഈ ഒരു അവസ്ഥ വരൂല. ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള ആ ഒരു ജോലീൻ്റെ ഒരു വേർതിരിവുണ്ടല്ലോ, അതുണ്ടാവില്ല. എല്ലാ ലേഡീസും പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ വാഹനങ്ങളോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യാൻ താല്പര്യമുള്ള കുറേ സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്ക് എന്തോ ഒരു കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലുള്ള സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ എങ്ങനെ മാതൃകയാവും എന്നാണ് വിചാരിക്കുന്നത്? അവർക്കെല്ലാവർക്കും ഒരു മാതൃകയാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താ പറയുക, അവർക്കൊക്കെ ചിലപ്പോൾ മനസ്സ് പേടി കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവാം. പക്ഷെ ഞാനിതൊന്നും നോക്കിയിട്ടില്ല. ആരെന്ത് പറയുമെന്നല്ല, നമുക്ക് മാന്യമായ എന്ത് ജോലിയായാലും അത് ചെയ്യുന്നതിൽ ആണാണോ പെണ്ണാണോ എന്നുള്ള വേർതിരിവൊന്നും ഞാൻ കാണിക്കില്ല. ടീച്ചർ പല സ്ത്രീകൾക്കും, അതായത് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന, പുറത്തേക്ക് പ്രതിസന്ധികൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന പല സ്ത്രീകൾക്കും മാതൃക തീർക്കുകയാണ്. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ വസീം മുഹമ്മദിനൊപ്പം മേഘ്ന മുരളി, കേരള വിഷൻ ന്യൂസ്.